അയ്യോ, ഞാനൊരു ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലത്തെ നീളത്തിലുള്ള പീസായിട്ട് മുറിക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മൈദയും 1 ടീസ്പൂൺ കോൺഫ്ലോറും, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ സോയ സോസും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുക. മുട്ടയില്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി. അപ്പോൾ കുറച്ച് മാവ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദയും 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ടും വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഒത്തിരി നേരം പിന്നീട് കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലോണം വറുത്തെടുക്കണം. ഒരു വശം വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് തിരിച്ചുവിടാം. അപ്പോൾ 2 സൈഡും നല്ലോണം വറുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്കിത് സ്നാക്സായിട്ട് ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ബാക്കി വരുന്ന ചിക്കൻ പീസസോടെ ഇതുപോലെ വറുത്ത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1.5 ടീസ്പൂണോളം ചില്ലി സോസും 2 ടീസ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആദ്യം ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു സവോള ഒത്തിരി കനം കുറയാതെ അരിഞ്ഞെടുത്തത് ചേർക്കുക. ഒരു പകുതി ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് ചേർക്കുക. ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടെ ഒന്ന് പൊട്ടിച്ചിടുക കേട്ടോ. അതിലേക്ക് ഒരു ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മാത്രമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസിൻ്റെയും സോയ സോസിൻ്റെയും ഒക്കെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് വെജിറ്റബിൾസ് ഒന്നും അധികം കുക്കാവേണ്ട കാര്യമില്ല. ഒരു പകുതി ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് കളറും കിട്ടും. ഇതിലേക്ക് 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ ഒത്തിരി ഗ്രേവി ആയിട്ടുള്ള ഒരു ഡ്രൈ റെസിപ്പിയാണ് കേട്ടോ. ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ വെള്ളം പറ്റുന്ന വരെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ചിക്കൻ ഓൾറെഡി വറുത്തിട്ടുള്ളതുകൊണ്ട് പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും കൂടെ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.